ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലൊരു വിഷയം പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഉയർത്തുമ്പോൾ അവർ മത്സരിക്കാൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത്. സാന്ദ്രയുടെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല, പലരുടെയും ശബ്ദം സാന്ദ്രയുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്നതായിരിക്കാം എന്ന് തന്നെയാണ്. നമ്മൾ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തിരഞ്ഞെടുപ്പ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അമ്മയുടെ കാര്യവും പറയേണ്ടതുണ്ട്. ഇവിടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വനിതകൾ വളരെ കുറവാണ്. പക്ഷേ നേരെ തിരിച്ച് അമ്മയിലാണെങ്കിൽ അവിടെ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷവും തുടർന്നുണ്ടായ സംഭവവികാസം പുതിയ പ്രവണതയാണ്. അതെ, തീർച്ചയായും അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ വളരെ ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. കാരണം ഭാരവാഹികളൊക്കെ പോയതിന് ശേഷം പുതിയൊരു നേതൃത്വം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകൾ കൂടുതലായി മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു വിഭാഗം പ്രബലർ ഈ ഒരു വശത്ത് അങ്ങനെ ആ ഒരു രീതിയല്ല, മറിച്ച് ചിതറി കുറച്ചു പേർ മത്സരിക്കുന്നു. അതിലാര് മുന്നോട്ട് വരും എന്നുള്ളതാണ്. മോഹൻലാൽ ഇല്ല എന്ന് പറഞ്ഞു, മമ്മൂട്ടി ഇല്ല, നേരത്തെ തന്നെ മരിച്ചുപോയ ഇന്നസെൻ്റ് ഒക്കെ ആയിരുന്നു ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവരൊന്നും, ഈ തലപ്പൊക്കമുള്ള ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഈ അമ്മയെ മുന്നോട്ട് നയിക്കാൻ ഇനി ആര് വരും? അത് കൂടുതൽ സ്ത്രീകൾ എത്തുമ്പോൾ അത് കുറച്ചും കൂടി ആ സംഘടനയ്ക്കകത്ത് അത് നല്ലൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.